ഹായ് ഹലോ, ഇന്ന് നമ്മൾ ബീഫ് കടുകിട്ട് വെക്കാൻ പോവാണ്. അതിലേക്ക് 1 കിലോ ബീഫ് വാങ്ങി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, തക്കാളി, വലിയ ജീരകം, കുരുമുളക്, ചെറിയ ജീരകം, ഉലുവ, കറിവേപ്പില എന്നിവയൊക്കെയാണ് നമുക്ക് അതിലേക്ക് വേണ്ടത്. കഴുകി വെച്ച ബീഫിലേക്ക് ഒരു 8 സ്പൂണ് മല്ലിപ്പൊടി ഇടുക. കുരുമുളകും ജീരകവും ചതച്ചാൽ മതി കേട്ടോ, പൊടിക്കണമെന്നില്ല. അത് ചതച്ചതും ഉലുവയും കൂടെ നമ്മൾ ആ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ചതച്ചത്, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് നടുകെ കീറിയത്, തക്കാളി ഇവയും അതിലേക്ക് ചേർത്ത് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഒരു സ്പൂൺ ഉപ്പ്. നിങ്ങൾ എത്രയാണ് എടുക്കണം അതിലേക്ക് പാകമായ ഉപ്പും ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആ മസാല എത്താൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചോളി കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ബീഫ് വേവാൻ പാകത്തിനുള്ള വെള്ളം മതി, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം കൂടെ ആയി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് വേവിക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയിട്ടാണ്, എല്ലാം ഇട്ട കൂട്ടത്തിൽ മറന്നു പോയതാണ്. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ മതി. കുക്കർ അവിടെ അടുപ്പത്തിരുന്നോട്ടെ. അങ്ങനെ ഒരു 8 വിസിൽ വരെ, നമ്മളെ വീട്ടിലെ കുക്കറിൽ 8 വിസിലൊക്കെ വേണം. അപ്പോഴേക്ക് നമുക്ക് വേറൊരു ചട്ടിയിൽ കടുക് വറക്കാൻ വെക്കാം. കുറച്ച് ചൂടായ ചീനച്ചട്ടിയിൽ കുറച്ച് കടുക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കൊടുക്കുക. അപ്പം നല്ല ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിത്തുടങ്ങും. പൊട്ടുമ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടി പിടിക്കാനും പാടില്ല, കടുക് കരിയാനും പാടില്ല കേട്ടോ. ആ കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുത്താൽ മതി. അത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിക്കൊന്നും വേണ്ട, ഇതുപോലെ ആക്കിയാൽ മതി കേട്ടോ. ഇതുപോലെ ആക്കി ചതച്ചെടുത്ത കടുക് നമ്മൾ തീയെല്ലാം ഓഫ് ചെയ്ത് നമ്മൾ വെന്ത ബീഫിലേക്ക്, അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുള്ള ആ ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അത് ബീഫും കടുകും നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. തൂമിക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ, പച്ച വെളിച്ചെണ്ണയാണ് അതിലേക്ക് ടേസ്റ്റ്. അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കടുക് പൊടിച്ചിട്ട് ബീഫ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറും കൂട്ടി കഴിക്കാം. ചോറ് കഴിക്കുമ്പോൾ അത് മാത്രം മതി, വേറെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ.